ഇവിടെ അമ്പലപ്പുഴയിൽ ഏതൊരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ. അയാൾക്ക് വലിയ ചതുരംഗം ഈ ചെസ്സ് കളിക്കുന്ന 64 കളിയിൽ ചെസ്സ് കളിക്കുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ അത് കളിയൊന്നും, ചില കളികളൊന്നും നമുക്കറിയില്ല, ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇയാളെടുത്തൊരു ദരിദ്ര ബ്രാഹ്മണൻ വന്നിട്ട് ചോദിച്ചു, നമുക്കൊന്ന് ചതുരംഗം കളിച്ചാലോ? രാജാവ് സമ്മതിച്ചു. കാരണം രാജാവ് തോക്കൂല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ രാജാവ് തോക്കാൻ പാടില്ല. അയാൾ വളരെ കോൺഫിഡൻസോട് കൂടി കളിച്ചോളാൻ പറഞ്ഞു. ജയിച്ചാൽ എന്ത് തരും, തോറ്റാൽ എന്ത് തരും എന്നൊക്കെ പന്തയം വെക്കണമല്ലോ. അപ്പോൾ തോറ്റാൽ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു രാജാവ്. കാരണം ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് നിന്ന് എന്ത് മേടിക്കാനാ? തോറ്റാൽ ഞാൻ ജയിച്ചാൽ നീ എന്നെ ഒന്നും തരണ്ട, നീ അങ്ങ് പൊക്കോ. പക്ഷെ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ജയിച്ചാൽ എനിക്ക് 1 മണി അരി ഒന്നാമത്തെ കളിയിൽ തരണം. 1 മണി അരി ഒരു ഒന്നാമത്തെ കളിയിലോ? അതിനിപ്പോൾ എന്താ? അല്ല അങ്ങനെയല്ല, പിന്നെ അതിൻ്റെ അടുത്തതിൽ ഇരട്ടി തരണം. 1 2 2 2 ഓ, പിന്നെ 3 4 ഓ, അതല്ലേ ഉള്ളൂ. കളി തുടങ്ങി ഗംഭീര കളി നടത്തി. അവസാനം നമ്മുടെ രാജാവ് അങ്ങോട്ട് തോറ്റു. രാജാവ് തോറ്റോടുകൂടി കളി മാറി. രാജാവ് പറഞ്ഞു, ഏതായാലും നാണക്കേടായി, ഏതായാലും ചെറുക്കന് അരി കൊടുത്ത് വിട്. എടാ, നിൻ്റെ ആ ചിരട്ടയോ എന്താ നിൻ്റെ കയ്യിലുള്ള ആ ചിരട്ടയോ സഞ്ചിയോ ഒക്കെ എടുത്തിട്ട് വായോ, നമുക്ക് അരി അളക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെക്കൻ പറഞ്ഞു, ആയിക്കോട്ടെ. ആദ്യത്തെ കളിയിൽ 1 മണി വെച്ചു, രണ്ടാമത്തെ കളിയിൽ 2 മണി വെച്ചു. അത് 4 ആയി, 4 8 ആയി, 8 16 ആയി, 16 36 ആയി. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളി കഴിയുമ്പോൾ തന്നെ അത് അളവായി. പിന്നെ രണ്ടാമത്തെ കളി അളവെങ്കിൽ പിന്നെ ചാക്കായി, 1000 ചാക്ക്. പിന്നെ 1000 ചാക്ക് രണ്ടാമത്തെ ചാക്ക് വെക്കണമെങ്കിൽ അടുത്ത കളിയിൽ എത്ര വെക്കണം? 2000 ചാക്ക്. അതും വെച്ചപ്പോൾ പിന്നെ അടുത്ത കളിയിൽ എത്ര വെക്കണം? 4000 ചാക്ക്. 4000 ചാക്ക് പിന്നെ എത്ര ആകണം? 8000. ഇങ്ങനെ പോയി അവസാനം അയാളുടെ രാജ്യത്തെ എല്ലാ അളന്നതുമായ എല്ലാതും കൊടുത്തിട്ട് ഈ 64ാമത്തെ കളി തികയ്ക്കാൻ പറ്റിയില്ല എന്നൊരു കഥയുണ്ട്. ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഈ ഗുണനപ്പട്ടിൽ കിട്ടും. അതെനിക്ക് പറയാനറിയില്ല, അത്രയും വലിയൊരു സംഖ്യയാണ്.